ട്രാൻസ്ഫർ ചെയ്യിച്ചത് മനസ്സിലായില്ല. ഹോം ഡിപ്പാർട്ട്മെന്റിൽ ഞാനും സാറും ഇനിയും ഉള്ളിലേക്ക് പോയാൽ അങ്ങ് കൊമ്പത്തിരിക്കുന്നവർ വരെ എവിടെ ഇരുന്ന് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന സി എമ്മിന്റെ വിശ്വസ്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറി രവി ഇന്ദുജൂഡിന്റെ ചുരുക്കം ചില സുഹൃത്തുക്കളിൽ ഒരാളാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി ഓഫ് ചീഫ് മിനിസ്റ്റർ. നിങ്ങൾക്കറിയാമോ, നരസിംഹം എന്ന ചിത്രത്തിൽ മണിയൻപിള്ള രാജുവിന്റെ പോലീസ് കഥാപാത്രം പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരാണ്? എന്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ പവറുകൾ? നമുക്കൊന്ന് നോക്കാം. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നത് ഒരു ഒഫീഷ്യൽ ഗവൺമെന്റ് സിവിൽ സർവീസ് പോസ്റ്റ് അല്ല. ഇതൊരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത രാഷ്ട്രീയ സഹായിയാണ്. എന്താണ് ഇവരുടെ റോൾ? പാർട്ടികൾ തമ്മിലുള്ള കോർഡിനേഷൻ നോക്കുക, പാർട്ടി വർക്കേഴ്സ് ഇഷ്യൂ കൈകാര്യം ചെയ്യുക, പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യുക, ചീഫ് മിനിസ്റ്ററിന് ആവശ്യമുള്ള പൊളിറ്റിക്കൽ ഗൈഡൻസ് നൽകുക. ഇവരെ ആരാണ് തിരഞ്ഞെടുക്കുന്നത്? മുഖ്യമന്ത്രി തന്നെയാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. ഇത് ഒരു ഇലക്ഷൻ ബേസ്ഡ് പോസ്റ്റ് അല്ല. ചീഫ് മിനിസ്റ്റർ വിശ്വസിക്കുന്ന ഒരാളെ നിയമിക്കുന്നു. സാധാരണയായി സ്വന്തം പാർട്ടിയിലെ സീനിയർ ലീഡറാകാം, നല്ല രാഷ്ട്രീയ അനുഭവമുള്ളയാളാകാം, പൊതുകാര്യങ്ങൾ നന്നായി അറിയാവുന്ന ഒരാളാണ് ഈ പോസ്റ്റിന് അർഹൻ. ശ്രീ പി ശശി ആണ് കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. നല്ല രാഷ്ട്രീയ അനുഭവമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ഇവർക്ക് വേണമെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്ക് ക്യാബിനറ്റ് റാങ്ക് നൽകാം. ചീഫ് മിനിസ്റ്റർ മന്ത്രിമാരുടെ അഡ്വൈസ് കൊണ്ട് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യാം. ഗവർണർ ഇതിനെ അംഗീകരിക്കുകയും ഫോർമൽ ഓർഡർ ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. മുഖ്യമന്ത്രിയുടെ എക്സിക്യൂട്ടീവ് ഓഫീസിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് ചീഫ് സെക്രട്ടറിയാണ്. ഇവരാണ് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IAS ഓഫീസർ. എക്സിക്യൂട്ടീവ് പവർ ഇവരുടെ കൈകളിലാണ്. എന്നാൽ രാഷ്ട്രീയത്തിന്റെ പവർ ബ്യൂറോക്രസിയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടുതൽ ഫെമിലിയർ ആണ്.